സിപിഎമ്മിനെ വെട്ടിലാക്കിയ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുകോട്ടയ്ക്ക് വെല്ലുവിളിയാകുകയാണ്. ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ വിമതനാകുമ്പോൾ ആ നീക്കം സിപിഎമ്മിന് വലിയ തിരിച്ചടിയാവുകയാണ്. ഇടതുകോട്ടയിൽ മുതിർന്ന സിപിഎം നേതാവ് എതിരാളിയാകുമ്പോൾ തെരഞ്ഞെടുപ്പിനെ ഭയക്കുന്നില്ലെന്ന് സിപിഎം പറയുന്നുണ്ടെങ്കിലും പാർട്ടി അടിത്തറയിൽ ഇതൊരു വലിയ വിള്ളലാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒറ്റപ്പാലത്തും പയ്യന്നൂരിലും സിപിഎമ്മിന് അഗ്നിപരീക്ഷയാകാനാണ് സാധ്യത. ഇടതുമുന്നണിക്കെതിരെ വിമത പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സിപിഎം നേതാവും മുൻ ഷൊർണൂർ എംഎൽഎയുമായ പി.കെ. ശശിയും വി കുഞ്ഞികൃഷ്ണനും. ഒറ്റപ്പാലത്ത് ശശി വിമതനായി എത്തുമോ എന്നാണ് പാർട്ടി നേതൃത്വം ഉറ്റുനോക്കുന്നത്. ഗ്രൂപ്പ് പോരാട്ടത്തിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പി.കെ. ശശി യു.ഡി.എഫിന്റെ ഭാഗമാവുമെന്ന ചർച്ചകൾ ഇതിനിടെ സജീവമാകുന്നുണ്ട്. ആയിഷ പൂറ്റി, പി.കെ. ശശി, വി കുഞ്ഞികൃഷ്ണൻ തുടങ്ങി പ്രമുഖ നേതാക്കളുടെ എതിർപ്പ് തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് മങ്ങലേൽപ്പിക്കുക തന്നെ ചെയ്യും. അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പി.കെ. ശശിയെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പൂർണ്ണമായും തള്ളിപ്പറഞ്ഞതോടെ ശശിക്ക് ഇനി പാർട്ടിയിൽ ഇടമില്ലെന്ന സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. പാലക്കാട്ടെ പാർട്ടിയിൽ കഴിഞ്ഞ കുറച്ചുകാലമായി നിലനിൽക്കുന്ന വിമത പ്രവർത്തനങ്ങൾ സിപിഎമ്മിനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. ശശി കൂടി യു.ഡി.എഫ് ക്യാമ്പിലെത്തിയാൽ പാലക്കാട്ടെ പാർട്ടിക്ക് അത് വലിയ തിരിച്ചടിയാകും. അതേസമയം പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ പാർട്ടി നേതൃത്വം നിലപാട് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ടി.ഐ. മധുസൂദനെതിരെ മത്സരിക്കാനൊരുങ്ങുകയാണ് വി കുഞ്ഞികൃഷ്ണൻ. താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി പറയാൻ നേതൃത്വം തയ്യാറായില്ലെന്നാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തെയും പാർട്ടി നേതൃത്വം തള്ളിയിട്ടുണ്ട്. ഭാവനകളാണ് പുസ്തകത്തിലെന്നായിരുന്നു നേതൃത്വം ആരോപിച്ചത്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് വിവാദം, പാർട്ടി ഓഫീസ് കെട്ടിട നിർമ്മാണ ഫണ്ട് തട്ടിപ്പ് തുടങ്ങിയ പരാതികളാണ് വിമതർ പയ്യന്നൂരിൽ ഉയർത്തുക. എന്നാൽ മറ്റു ചില വെട്ടിപ്പുകളുടെ കഥ കൂടി തെളിവ് സഹിതം പുറത്തുവിടുമെന്നാണ് വിമത വിഭാഗം പറയുന്നത്. പയ്യന്നൂരിൽ വിമതരും ഔദ്യോഗിക വിഭാഗവും കരുനീക്കങ്ങൾ ശക്തമാക്കുകയാണ്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ മുഖ്യ ചർച്ചാ വിഷയം രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പായിരിക്കും. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ സിപിഎം നേതാവും ദേവസ്വം മുൻ പ്രസിഡന്റുമായ എ പത്മകുമാറിനെതിരെ ഒരു നടപടി പോലും സിപിഎം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതേസമയം പാർട്ടിയിൽ നിന്നുകൊണ്ട് തട്ടിപ്പ് നടത്തിയവരെ കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്താവുകയും ചെയ്തു. പാർട്ടിയിലെ നീക്കത്തിൽ നിന്നും മനസ്സിലാവുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് കട്ടാലും കുഴപ്പമില്ല, പാർട്ടി കൂടെ നിൽക്കും. എന്നാൽ കളവ് പുറത്തുവിട്ടാൽ പാർട്ടിയിൽ നിന്ന് അടിച്ചു പുറത്താക്കുമെന്ന് തന്നെയാണ്.